മുന്നോട്ടുള്ള കുതിപ്പിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. അതിനെയെല്ലാം തളരാതെ പതരാതെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. എന്റെ ഈ ശാരീരിക പരിമിതികൾ എന്റെ ആ സ്വപ്നങ്ങളെയും പ്രതീക്ഷകൾക്കും ഒരു തടവിടാൻ, ഒരു ഫുൾ സ്റ്റോപ്പ് ആകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ കൊള്ളില്ല, ഞാൻ ചെയ്തത് ശരിയാകുമോ, എനിക്ക് സൗന്ദര്യമില്ല എന്ന് ഒക്കെയുള്ള നമ്മുടെ മനം മടുപ്പിക്കുന്ന ചിന്തകൾ അപകർഷത ബോധത്തിൽ ആടി ഉലഞ്ഞ് പോകാതെ നമ്മുടെ ജീവിതം, ദൈവം നമുക്ക് നൽകിയ കഴിവുകളെ, ദൈവം നമുക്ക് നൽകിയ നന്മകളെ തട്ടി ഉണർത്തി സമൂഹത്തിനും കുടുംബത്തിനും രാഷ്ട്രത്തിനും നമ്മളൊരു അഭിമാനമായി മാറുക തന്നെ ചെയ്യണം. ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി എന്റെ ഈ അവസ്ഥയെ, കയ്യും കാര്യമില്ലാത്ത ഈ അവസ്ഥകളെ ഓർത്ത് ഒരുപാട് കാലം ദുഃഖിച്ചിട്ടുണ്ട്. എന്തിനാണ് ദൈവമേ കയ്യും കാലം തരാതെ എനിക്ക് ഈ ജീവിതം തന്നത് എന്ന് പോലും ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത്തരമുള്ള എന്റെ നെഗറ്റീവ് ചിന്തകളിലേക്ക്, മനം മടുത്തു പോകുന്ന എന്റെ നെഗറ്റീവ് ചിന്തകളിലേക്കും ഇരുണ്ടുപോയ എന്റെ മനസ്സിലേക്കും അല്പമൊക്കെ പ്രകാശം നൽകിയത് എന്റെ കൂട്ടുകാരും, എന്നെ പഠിപ്പിച്ച അധ്യാപകരും, എന്നെ വളർത്തിയവരും വളർത്തുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് നൽകുന്ന പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ കുറവുകൾ നമ്മുടെ കഴിവുകൾക്ക് ഒരു തടസ്സമല്ല. എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്, ലിറ്റി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിക്ക് 2 കൈകളിലുമായിട്ട് ആകെ 3 വിരലുകളേ ഉള്ളൂ. പക്ഷെ ആ ചേച്ചി ഇപ്പൊ IAS പഠിക്കുകയാണ്. 10ലും +2 നല്ല മാർക്കോടുകൂടി പഠിച്ച് പാസ്സായി. ഈ കഴിഞ്ഞ വർഷം BCom പാസ്സായി ഇപ്പൊ IAS പഠിക്കുകയാണ്. 2 കൈകളിലുമായി ആകെ 3 വിരലുകളെ ആ ചേച്ചിക്കുള്ളൂ. കാല് 2ഉം അകത്തേക്ക് മടങ്ങി. ആ ചേച്ചി ഇരുന്ന് നിരങ്ങിയാണ് നടക്കുന്നത്. പക്ഷെ ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കീബോർഡ് വായിക്കും, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യും. ആ ചേച്ചി തന്റെ കുറവുകൾ ഓർത്ത് നിരാശപ്പെടാതെ, ഈ കുറവുകൾ കാരണം എനിക്ക് വളരാൻ പറ്റുമോ എന്നുള്ള വിഷമിക്കാതെ പരിശീലനത്തിലൂടെ ആ ചേച്ചി ജീവിതം നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികളും വളരെ തന്റെ കുറവുകളൊന്നും കാര്യമാകാതെ ആ ചേച്ചി മുന്നേറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കുള്ള കുറവുകൾ നമ്മുടെ കഴിവുകൾക്ക് ഒരു തടസ്സമല്ല. നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ, ദൈവം തന്ന ഈ സുന്ദര ജീവിതത്തെ നമ്മൾ നമ്മുടെ പല കഴക്കദോഷങ്ങൾ കൊണ്ട്, തെറ്റായ പ്രേമബന്ധങ്ങളാകാം, മയക്കുമരുന്നുകളുടെ ഉപയോഗമാകാം, അമിതമായ ഇന്റർനെറ്റിന്റെ ഉപയോഗമാകാം, അങ്ങനെ പല പല ഉപയോഗങ്ങളും കൊണ്ട് നമുക്ക് ദൈവം നൽകിയ ഈ സുന്ദര ജീവിതത്തെ വിരൂപമാക്കുകയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കഴിവുകളും സാഹചര്യങ്ങളും വളർത്തി അതിനോട് പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നാമനാകാൻ കഴിയണം. ഈ +1 +2 കാലഘട്ടം എന്ന് പറയുന്നത് എനിക്കറിയാം വളരെ പ്രലോഭനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. നന്നാകാമെന്ന് തീരുമാനിച്ചാൽ പോലും സമ്മതിക്കാത്ത കുറെ കൂട്ടുകാരുമുണ്ട് നമുക്ക്. പക്ഷെ അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ജീവിത വിജയം നേടുന്നത്. +1 +2 നല്ല മാർക്കോടുകൂടി പാസ്സായ നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ 100 പേരിൽ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വിജയങ്ങൾ നേടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ടും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലവ് യു.